തൃശൂരിൽ പ്രിയങ്ക ഗാന്ധി എംപിയുടെ വാഹനവ്യൂഹത്തിന് തടസ്സം സൃഷ്ടിച്ച യുവാവിനെതിരെ പോലീസ് കേസെടുത്തു. തൃശൂർ എളനാട് സ്വദേശി അനീഷ് എബ്രഹാമാണ് വാഹനവ്യൂഹത്തിനിടെ കാർ കയറ്റി തടസ്സമുണ്ടാക്കിയത്. പോലീസ് ഇടപെട്ട് വാഹനം മാറ്റിയപ്പോൾ യുവാവ് പോലീസിനോട് തട്ടിക്കയറുകയും ചെയ്തു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ഈ MP പ്രിയങ്ക ഗാന്ധിയുടെ വാഹനവ്യൂഹത്തിനിടയിലേക്ക് മനഃപൂർവ്വം വാഹനം ഓടിച്ച് കയറ്റിയതാണോ തടസ്സമുണ്ടാക്കാൻ എന്ന ഉദ്ദേശത്തോടെ? എന്താണ് ഈ സംഭവത്തിന് ശേഷം ഈ പോലീസുകാരോടൊക്കെ ഇതിലെ യാത്രക്കാർ തട്ടിക്കയറുന്നുണ്ടല്ലോ? ബോധപൂർവം ഈ വാഹനം ഓടിച്ചു കയറ്റി എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വണ്ടൂരിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് പോവുകയായിരുന്നു വയനാട് MP ആയിട്ടുള്ള. ടെലിഫോൺ ലൈനിൽ വ്യക്തത കുറവുണ്ട്, ഒന്നുകൂടി ട്രൈ ചെയ്യാം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി പങ്കുവെക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ വാഹനവ്യൂഹത്തിന് ഇടയിലേക്ക് മനഃപൂർവ്വം ഈ രീതിയിൽ ബോധപൂർവം വാഹനം ഓടിച്ച് കയറ്റി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞ് പോലീസുകാർ തട്ടിക്കയറുന്നുമുണ്ട്. പോലീസ് അയാളെ പിടിച്ചു മാറ്റിയ ശേഷം, വാഹനം മാറ്റിയ ശേഷം അവിടെ ഇത്തരം സംഭവങ്ങൾ നടക്കുകയും ചെയ്തു. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ആ സംഭവം നടക്കുകയും ചെയ്തു. പോലീസുകാരുടെ ഒക്കെ തട്ടിക്കയറുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വാഹനത്തിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു 3-4 പേർ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്, ഈ സംഭവത്തിൽ എന്ത് നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്, എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നതൊക്കെയുള്ള കാര്യങ്ങൾ സൂരജ് സജി അല്പസമയത്തിനകം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൂരജ് കേൾക്കാമോ? അപ്പോൾ എന്താണ് സംഭവമെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? ബോധപൂർവം ഈ വാഹനവ്യൂഹത്തിന് ഇടയിലേക്ക് ഈ കാർ ഓടിച്ച് കയറ്റുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. ഇന്ന് വണ്ടൂരിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് പോവുകയായിരുന്നു വയനാട് MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി. തൃശൂർ പിന്നിട്ട് മണ്ണൂത്തിക്ക് അടുത്തേക്ക് എത്തുന്ന സമയത്താണ് ഈ പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിന് മുന്നിൽ എളനാട് സ്വദേശിയായിട്ടുള്ള അനീഷ് എബ്രഹാമിന്റെ വാഹനം പോകുന്നത്. ഈ സമയം പൈലറ്റായി വന്നിരുന്ന മുന്നിൽ പോയിരുന്ന ജീപ്പ് കുറെ നേരം അനീഷിന്റെ വാഹനത്തിന് പുറകിൽ വെച്ച് ഹോൺ അടിച്ചു. പക്ഷേ അനീഷ് വാഹനം മാറ്റിക്കൊടുത്തില്ല. ഏറെ നേരം ഹോൺ അടിച്ചതോടുകൂടി ഈ വാഹനം ഇടത്തേക്ക് എടുക്കുന്നു. ആ സമയത്ത് വാഹനവ്യൂഹം മുന്നോട്ട് കടന്നു പോവുകയും ചെയ്തു. പക്ഷേ ഈ പൈലറ്റ് ജീപ്പ് കടന്ന ഉടനെ തന്നെ അനീഷ് വാഹനം റൈറ്റിലേക്ക് എടുക്കുകയും ഈ പൈലറ്റ് ജീപ്പിൽ പുറകിലായി തന്റെ വാഹനം ഓടിച്ചു കയറ്റുകയുമായിരുന്നു. അനീഷിന് പോകേണ്ടിയിരുന്നത് മണ്ണൂത്തി ജംഗ്ഷനിൽ നിന്ന് വാണിയമ്പാറയിലേക്കാണ്, ഇടത്തേക്കാണ്. പകരം ആ അനീഷ് ബോധപൂർവ്വം ഈ വാഹനത്തിന് മുന്നിൽ കയറി ഈ മണ്ണൂത്തി ജംഗ്ഷനിൽ ഗതാഗത തടസ്സം ഉൾപ്പെടെ സൃഷ്ടിക്കുകയായിരുന്നു. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെത്തിയാണ് ഈ അനീഷിന്റെ വാഹനം അവിടെ നിന്ന് ബലമായി മാറ്റുന്നതും പിന്നീട് ഈ പ്രിയങ്ക ഗാന്ധിയുടെ വാഹനവ്യൂഹം കടത്തിവിടുകയും ചെയ്തു. ഇതിനുശേഷം പോലീസിനോട് കയർക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അനീഷ് പറയുന്നത് താൻ വലിയ ബ്ലോഗറാണ്, 4 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ പോലീസ് തന്റെ വാഹനം തടഞ്ഞത് താൻ വ്ലോഗായി ചിത്രീകരിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കും എന്ന തരത്തിലൊക്കെ പറഞ്ഞ് പോലീസിനോട് തട്ടിക്കയറുകയും ചെയ്തു. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിലവിൽ ഈ വാഹന വ്യൂഹത്തിന് അപകടമുണ്ടാക്കാൻ ശ്രമിച്ചതും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. എന്തായാലും അനീഷിനെ ഇന്ന് വിട്ടയച്ചിട്ടുണ്ട്. നാളെ രാവിലെ ഈ വാഹനത്തിന്റെ രേഖകളുമായി വീണ്ടും സ്റ്റേഷനിൽ ഹാജരാകാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്ന. ശരി, സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ തൃശ്ശൂരിൽ നിന്നും പങ്കുവച്ചത്.